വിളപ്പിൽശാലയിൽ ചികിത്സ കിട്ടാതെ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകി ആരോഗ്യമന്ത്രി. വിളപ്പിൽശാല ആശുപത്രിക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് വീണ ജോർജ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റേത് സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യം. ആരോഗ്യരംഗത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി. ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ലഭിച്ച റിപ്പോർട്ട് പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് സാർ ഇവിടെ പറയുന്നത്. ആശുപത്രി രേഖകളിൽ നിന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും സാധ്യമായ ചികിത്സ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നൽകി എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് സാർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് എന്തായാലും ലഭിക്കേണ്ടതായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുക. പരാതിയിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 194 പ്രകാരം വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ കേസും എടുത്തിട്ടുണ്ട് സാർ. അപ്പൊ ആരോഗ്യ വകുപ്പ് എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായി കണ്ടുകൊണ്ട് അതിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ മുഖം നോക്കാതെയുള്ള നടപടികൾ എടുക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജു ചേരുന്നുണ്ട്. അർജുൻ, പ്രതിപക്ഷത്തിൻ്റേത് സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. അപ്പോഴും ആരോഗ്യ മേഖലയുടെ വീഴ്ചകൾ അഡ്രസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലേ? തീർച്ചയായും സമീപകാലത്തെ സംഭവങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിനെതിരായിട്ടുള്ള കടന്നാക്രമണം പ്രതിപക്ഷം നടത്തിയത്. ഒന്ന്, വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സത്യാഗ്രഹ സമരം ഇരിക്കുന്ന ഹർഷിനയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചാണ്. ഹർഷിനെ ഏതെങ്കിലും തരത്തിൽ പരിഗണിക്കാനോ ചേർത്ത് പിടിക്കാനോ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തി. പാലക്കാട് കൈ മുറിച്ചു മാറ്റപ്പെട്ട കുട്ടിയെ പരിഗണിച്ചില്ല സർക്കാർ. പിന്നീട് പ്രതിപക്ഷ നേതാവ് ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് കൈ വെച്ചു പിടിപ്പിക്കാൻ വേണ്ടി തുക നൽകിയ ഘട്ടത്തിലാണ് ആരോഗ്യവകുപ്പ് ഇടപെട്ടതെന്നാണ് പ്രതിപക്ഷം വിമർശിച്ചത്. ഏറ്റവും ഒടുവിൽ വിളപ്പിൽശാലയിലെ രോഗി മരിക്കാനിടയ സാഹചര്യത്തിലും ആരോഗ്യവകുപ്പിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. ഗേറ്റ് അടച്ചിടാൻ ഉള്ള തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചത്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. വിളപ്പിൽശാലയിലേത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയല്ല എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. കൃത്യസമയത്ത് തന്നെ അവർക്ക് ചികിത്സ നൽകാനുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അതേസമയത്ത് ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ രോഗി മരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ UDF കാലത്തെ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അന്നത്തെ കാലത്ത് ഏതാണ്ട് 16 രോഗികളാണ് ചികിത്സ കിട്ടാതെ മരിച്ചത്. 950 ആളുകൾക്ക് പ്രസവത്തിനിടെ മരണം സംഭവിക്കുന്ന സ്ത്രീകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. 5 പേർക്കാണ് തിമിര ശസ്ത്രക്രിയ ചെയ്ത ഘട്ടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടത്. ആ ആളുകൾക്ക് ഇതുവരെ ശസ്ത്രക്രിയ അവർ നഷ്ടപരിഹാരം പോലും നൽകാത്ത സാഹചര്യം ഉണ്ട്. അങ്ങനെ പരാജയപ്പെട്ട UDF സർക്കാരിന്റെ കാലത്തേക്ക് ഈ സർക്കാരിലെ ആരോഗ്യവകുപ്പിനെ ഈ കാലഘട്ടത്തിലെ ആരോഗ്യ മേഖലയെ കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പ്രതിപക്ഷത്തിന് ഗൂഢലക്ഷ്യമാണ് എന്ന തരത്തിലായിരുന്നു ആരോഗ്യ മന്ത്രിയുടെ മറുപടി. നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള മറുപടി പ്രസംഗങ്ങളാണ് പൂർത്തിയാകുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ സംസാരിക്കുകയാണ്.